ദൈവസഭ ദൈവജനത്തോട് എനിക്ക് പറയാനുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ കൃപയെ നമ്മളോട് അവൻ കാണിച്ച അവന്റെ മഹാകൃപയെ വ്യർത്ഥമാക്കി കളയരുത്. ആമേൻ. നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും, ഏത് മേഖലയിലായിരുന്നാലും, നമ്മൾ നമ്മുടെ കുടുംബത്തിലായിരുന്നാലും ശരി, കോളേജിലായിരുന്നാലും ശരി, ജോലി ചെയ്യുന്ന സ്ഥലത്തായിരുന്നാലും ശരി, അവന് നമ്മളോടുമേ നമ്മുടെ മേൽ ഉദിച്ച ദൈവത്തിന്റെ കൃപ വ്യർത്ഥമാക്കി കളയരുത്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്നതായ ആ ഒരു കാഴ്ചപ്പാട്, വെളിപ്പാട്, അല്ലെങ്കിൽ അവന്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കണം, അത് നിറവേറണമെങ്കിൽ ക്ഷമയോടെ പ്രാർത്ഥനയോടുകൂടെ അവന്റെ സന്നിധിയിൽ താഴ്മയോടെ കാത്തിരിക്കണം. ഈ കാത്തിരിക്കുന്ന കാലഘട്ടം മുഴുവനും അവൻ നമ്മളോട് കാണിച്ച കൃപ അതിന് അനുസരണമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര വലിയ ദൈവമാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. കൊരിന്ത്യർ 5:21 ഒന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ 5:21. ആമേൻ. ഹല്ലേലൂയ. ഈ ഭാഗങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞ സമയത്ത് ഞാൻ ഭയങ്കര എമോഷണൽ ആകുക. ആമേൻ. ഹല്ലേലൂയ. കാരണം പാപം അറിയാത്ത അവനെ, ആരെ? പാപം അറിയാത്ത ദൈവത്തെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്, ഹല്ലേലൂയ, അവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു, പാപമാക്കപ്പെട്ടു. ഹല്ലേലൂയ. അങ്ങനെയുള്ള ദൈവത്തെ നമ്മൾ മാറ്റി നിർത്തുന്നത് ശരിയാണോ? ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ അവൻ നമ്മളോട് കാണിച്ച ആ കൃപ വ്യർത്ഥമാക്കി കളയാതെ ഓടുക ഈ നാളുകളിൽ. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കുക, കഴിഞ്ഞ ഒരാഴ്ചക്കാലം ആ ഒരു കൃപയ്ക്ക് വിപരീതമായി ഞാൻ എന്റെ ജീവിതത്തിൽ നടന്നു പോകും. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ സംസാരത്തിൽ അവൻ എന്നോട് കാണിച്ച കൃപയ്ക്ക് വിരോധമായിട്ട് ഞാൻ എന്റെ വാക്കുകളെ ഞാൻ ഉച്ചരിച്ചു. എന്റെ പ്രവൃത്തിയിൽ അവൻ എന്നോട് കാണിച്ച കൃപയ്ക്ക് വിപരീതമായിട്ട് ഞാൻ പ്രവർത്തിപ്പാൻ ഇടയായി തീർന്നു. എന്റെ കാഴ്ചപ്പാടുകളിൽ അവൻ എന്നോട് കാണിച്ച കൃപയ്ക്ക് വിരോധമായിട്ട് ഞാൻ ചിന്തിപ്പാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അനുദിവസവും അനുദിനവും നമ്മുടെ ജീവിതത്തിൽ ഇതിനെപ്പറ്റി ആഴമായി ചിന്തിക്കണം. കേട്ട വചനം കേൾക്കുക മാത്രം ചെയ്യാതെ അത് ചെയ്യുന്നവരായും ഇരിപ്പിൻ. ഇന്നിപ്പോ ഞാൻ ഇവിടെ നിന്ന് ഈ കാര്യം പറഞ്ഞു, നിങ്ങളിത് കേട്ടു, ഓക്കെ, മെസ്സേജ് നന്നായിരുന്നു, കൊള്ളാം എന്ന് പറഞ്ഞ് നിങ്ങൾ പോകരുത്. ദയവചെയ്ത് ഞാനത് ആഗ്രഹിക്കുന്നില്ല. അമ്മേ, ഇതിൽ നിന്ന് 1% നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത് പ്രാഗൽഭ്യത്തിലേക്ക് ആക്കിയാൽ മാത്രമാണ് എന്റെ മെസ്സേജ് കൊണ്ട് എനിക്ക് പ്രയോജനമുള്ളൂ. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കർത്താവാണ് എനിക്ക് നൽകുന്നത്. കാരണം ഞാനൊരു ചെറിയ പയ്യനാണ്, എനിക്ക് നിൽക്കറിയാം നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഒക്കെ നിങ്ങളുടെ പ്രായത്തെക്കാൾ ഞാൻ ഏറ്റവും ചെറിയവനാണെന്നുള്ള വിഷയം, പക്ഷേ വിളിച്ചതിന്റെ വിളികേട്ട് ഞാൻ ഇറങ്ങിയവനാണെന്നുള്ള കാര്യത്തെ കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. ആമേൻ. ഇന്ന് എന്റെ കാര്യങ്ങളിൽ ഈ വചനം തന്നത് ദൈവമാണെന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ട്. കാരണം ഞാൻ പറഞ്ഞ ഈ കാര്യത്തിൽ നിന്ന് തന്നെയാണ് പാസ്റ്റർ ആരംഭം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സങ്കീർത്തനത്തിൽ നിന്ന് വായിച്ചതും അത് തന്നെയാണ്. ഇതാ ഭക്തന്മാർ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അമ്മേ, ഭക്തന്മാർ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തെ എത്ര പേർക്ക് പറയാനായിട്ട് കഴിയും? അപ്പാ, ഞാൻ നിൽക്കാം അങ്ങേക്ക് വേണ്ടി. ഹല്ലേലൂയ. എന്നെ നിർത്തിയിരിക്കുന്ന സ്ഥാനത്ത് ഞാൻ നിൽക്കാം അങ്ങേക്ക് വേണ്ടി. എന്നോട് അങ്ങ് കാണിച്ച കൃപ വ്യർത്ഥമാക്കുകയില്ല എന്ന് എത്ര പേർക്ക് പറയാനായിട്ട് കഴിയും? ഹല്ലേലൂയ. അമ്മേ, ഞാൻ ജീവിക്കും, ഞാൻ ഓടും, ഞാൻ അധ്വാനിക്കും. ആ ഒരു കൂട്ടത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്തണം. ഭക്തന്മാർ ഇല്ലാതെ പോകുന്ന സമൂഹത്തിൽ ഞാൻ അങ്ങേക്ക് വേണ്ടി ഒരു ഭക്തനായി നിലകൊള്ളും എന്നുള്ളൊരു കാര്യമാണ്. ഒരു ഭക്തന്റെ ക്വാളിറ്റിയെ കുറിച്ച് പാസ്റ്റർ പറയാനായിട്ട് ഇടയായി തീർന്നല്ലോ. അത് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്യരുത്. നമ്മളെ കണ്ടവർ പറയത്തക്ക രീതിയിൽ ഇടയായി തീരണം. അത് ചിന്തിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം ഇപ്രകാരമാണ്. പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞല്ലേ, 3 വട്ടം തള്ളി പറഞ്ഞു. അവസാന വട്ടം തള്ളി പറയുമ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് അവനോട് പറയുന്നു ഒരു കാര്യമുണ്ട്. ഒരു ഭാഗം ഇപ്രകാരമാണ്: നീ അവനിൽ ഒരുവനാണെന്ന് സ്പഷ്ടമായിട്ടും ഞാൻ അറിയുന്നു. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ഉച്ചാരണം അത് വെളിവാക്കുന്നു എന്നുള്ളൊരു കാര്യം. അമ്മേ, പറഞ്ഞത് പത്രോസ് പറഞ്ഞത് ഞാൻ അവനെ ഒരു നാളും അറിയുന്നില്ല എന്നാണെങ്കിൽ പോലും ആ സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട്: നിന്റെ ഉച്ചാരണം നീ അവനിൽ ഒരുവനാണെന്ന് വെളിപ്പെടുത്തുന്നു. കാരണം അവൻ എപ്രകാരം സംസാരിക്കുന്നുവോ, അവൻ എപ്രകാരം പ്രവർത്തിക്കുന്നുവോ, അതേ പ്രവൃത്തി നിന്നിൽ കാണാൻ ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ.